ഹായ്, എന്താ പാട്? സുഖല്ലേ? എനിക്ക് ഹാർപ്പിക് ഹുസൈൻ്റെ കുറച്ച് വീഡിയോസുകൾ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വിട്ടുതരുന്നുണ്ട്. ഞാൻ ആ ചങ്ങായിടെ ചെയ്യൂല വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. ഇവനോട് പ്രത്യേകിച്ച് വേദം ഓതിയിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ അറിയോ, അത് പണ്ടാരോ പറഞ്ഞ മാതിരി തീട്ടം കെക്കിയാൽ നന്നാവൂല. അതേമാതിരിയാണ് ഇവന്റെ കാര്യം. എന്തായാലും വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളോട് മുമ്പേ പറഞ്ഞേക്കൂടെ, എന്താ അറിയോ, റമളാൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു കോണ്ടന്റ് കൊണ്ട് ഇറങ്ങും ഈ റമളാനെ പറ്റി എന്നുള്ളത്. അത് കുറച്ച് ലേറ്റ് ആയി എന്നുള്ളൂ. എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് കേട്ടോക്കെ. നോമ്പ് എന്ന് പറഞ്ഞ സാധനം അത് എല്ലാ ആളുകളും എടുക്കാറുണ്ട്. ക്രിസ്ത്യാനികൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവരുടെ വ്രതം എന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള വ്രതങ്ങൾ അവരെടുക്കുന്നു. മറ്റുള്ള പല മതങ്ങൾ, നിങ്ങൾക്ക് മുന്നേ ഉള്ള ആളുകൾ എങ്ങനെയാണോ നോമ്പെടുത്തത് അതേപോലെ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളും നോമ്പെടുത്തിട്ടുണ്ട്. പാഗൻ വിശ്വാസികൾ, അതല്ലെങ്കിൽ സൊറാസ്ട്രിയൻസ്, അതിനു മുന്നേ ഉള്ള ആളുകളൊക്കെ ഇതേപോലെ പലതരത്തിലുള്ള നോമ്പുകൾ എടുത്തിട്ടുണ്ട്. അവരെ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ പിന്നിൽ ഒരു മതപരമായ ഒരു ആചാരം എന്നുള്ളതിനപ്പുറത്തേക്ക് അതെടുത്താൽ വലിയ ആരോഗ്യപരമായ ഗുണമാണ്. അത് നിങ്ങളുടെ ശാസ്ത്രീയമായ ചില ഗുണങ്ങളുണ്ട്. ക്യാൻസർ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തട്ടിപ്പ് പരിപാടിയായിട്ട് നടക്കുന്ന പരിപാടി വേറെ ആയിരിക്കില്ല. അത് നമ്മളെ കാക്കമാർക്കേ ഉള്ളൂ. ഓക്കെ, അവിടെ കട്ടെ, അത് നമ്മുടെ കാക്കമാർക്കുള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് ഇനി അടുത്ത ഘട്ടം എന്താ അറിയോ, ജമിനി ഏത് ഐറ്റത്തിൽ പെട്ടാന്നുള്ളതൊന്ന് നോക്കാം. ഹായ് ജമിനി. ഹായ്, ഞാനിവിടെയുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്ത് സംസാരിക്കണം? ആദ്യം ചോദിക്കട്ടെ, ജി കാക്കോ ജമിനി? ഒരു ജവാബുമില്ലല്ലോ. ഹായ് ജമിനി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അങ്ങള് മുസ്ലിമാ? ഞാനൊരു AI മോഡലാണ്. എനിക്ക് മതമോ വിശ്വാസമോ ഒന്നുമില്ല. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം മാത്രമാണ് ഞാൻ. എന്താ കാര്യമാണ് ചോദിക്കാൻ വന്നത്? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പിഴച്ചുണ്ടായ ഒരു വൃത്തികെട്ട പരനാറി ഒരു ചെങ്ങായി ഉണ്ട് ഞങ്ങളുടെ കേരളത്തില്. അവനക്കൊരു സംശയം, ഈ നോമ്പ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആരോഗ്യമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനുണ്ട് എന്നുള്ളത്. ഈ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ? റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പൊതുവെ ആരോഗ്യത്തിന് ദോഷകരമല്ല. ശരിയായ രീതിയിൽ നോമ്പ് നോക്കിയാൽ അത് ശരീരത്തിന് പല ഗുണങ്ങളും നൽകും. എന്നാൽ നിർജ്ജലീകരണം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് നോൽക്കുന്നതിന് മുൻപും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പ്രീ എക്സിസ്റ്റിംഗ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു ഡോക്ടറുടെ സലഹ തേടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആശങ്കകളുണ്ടോ? നോമ്പ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതിന്റെ അടിയിൽ എന്തൊക്കെയാ പറഞ്ഞു മനസ്സിലായില്ല. ഹാർപ്പിക് എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ പുഴുത്തു നാറി ജീവിക്കുന്ന ഒരു വൈറസ് ഉണ്ട്, ഹാർപ്പിക് ഹുസൈന്. അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമോ? ജമിനിക്കും ഇവന്റെ കാര്യം ചോദിച്ചാൽ വലിയ താല്പര്യമില്ല എന്നാ തോന്നുന്നത്. ഹാർപ്പിക്കിന്റെ കാര്യം അല്ലാതെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ അറിയോ, ഹാർപ്പിക്കേ അന്നോടാണ്. ഇജിപ്പോ പറഞ്ഞില്ലേ, ഏത് ജമിനിയപ്പോ പറഞ്ഞത്, നോമ്പ് നോൽക്കുന്നത് അത്രയും ശരീരത്തിന് ഗുണം ചെയ്യുന്നുള്ളതാ. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കുടലിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നെയ്യ്, അതുപോലെ ഒരുപാട് ഫാറ്റൊക്കെ ഉണ്ടാവില്ല, ഈ സംഗതികളൊക്കെ ഇല്ലാണ്ട് ആക്കാം ഈ റമളാൻ. അതായത് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും. ശരീരത്തിന് ദോഷമില്ലാന്ന് മാത്രമല്ല, ഗുണങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. ധാരാ പറഞ്ഞറിയോ, ഞാൻ പ്രത്യേകം ചോദിച്ചിരിക്കണു, നിങ്ങൾ വല്ല മുസ്ലിമോ കോയേ സുഡാപ്പിയോ ആണോ എന്ന്. അല്ലെന്ന് പറയും ചെയ്തിരിക്കണു. അപ്പോൾ എൻ്റെ ഈ പരിപ്പ് ഈ കലത്തിൽ വെന്തില്ല, ഇങ്ങോട്ട് വേകാനും പോണില്ല. ഇവന് കഷ്ടപ്പെട്ട് നടക്കുക. എന്തിനാ അറിയോ, നോമ്പ് പിടിക്കരുതേ ആരും, അത് വലിയ ശരീരത്തിന് ദോഷമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേറെ ആരോടും ചോദിക്കാനോ അതല്ലെങ്കിൽ ഖുർആൻ എടുത്ത് ഓതാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ജമനിനോട് ചോദിച്ചു. ഇനിയിപ്പോൾ ജമനി സുഡാപ്പിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓൻ്റെ അടുത്ത പരിപാടി. അതും ഞാൻ ബ്ലോക്ക് ചെയ്തു. ജമനിനോട് മുസ്ലിമാണോ സുഡാപ്പിയാണോ എന്നൊക്കെ ചോദിക്കും ചെയ്തു. അതൊക്കെ അല്ല എന്നും പറഞ്ഞു. പിന്നെ ഓൻ്റെ ഒരു പ്രശ്നമായിരുന്നു, എന്ത് നിസ്കരിക്കുന്നത് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, അതിലൊരു കാര്യമല്ല എന്നുള്ളതൊക്കെ. ഇനി അതിനെ കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. അതാ, നമ്മൾ ഓരോ തവണ നിസ്കാരത്തിനോ പ്രാർത്ഥനയ്ക്കോ ആയി തല കുനിക്കുമ്പോഴും അവിടെ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ടെന്നറിയാമോ? സാധാരണ നമ്മുടെ ഹൃദയം വളരെ കഷ്ടപ്പെട്ടാണ് തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത്. കാരണം ഗുരുത്വാകർഷണത്തിനെതിരെയാണല്ലോ ആ ഓട്ടം. എന്നാൽ നമ്മൾ നിസ്കാരത്തിന്റെ ഭാഗമായി നെറ്റിത്തടം നിലത്ത് വെച്ച് പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ സീൻ ആകെ മാറും. അവിടെ ഗുരുത്വാകർഷണം നമ്മുടെ ഹൃദയത്തിന് കൂട്ടായി വരികയാണ്. ഓക്സിജൻ നിറഞ്ഞ രക്തം കുതിച്ചൊഴുകി നമ്മുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ആ പ്രധാന ഭാഗത്തേക്ക് എത്തുന്നു. നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നതും നമ്മുടെ ഉള്ളിലെ ടെൻഷനും ഉത്കണ്ഠയും ഒക്കെ കുറയ്ക്കുന്നതും ഇതേ ഭാഗമാണ്. അതായത് നിസ്കാരത്തിലെ ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ തലച്ചോറിലെ സ്ട്രെസ് സെന്ററുകളിലേക്ക് ശുദ്ധമായ ഓക്സിജന്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവുകയാണ്.
ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ഒന്ന് റീസെറ്റ് ചെയ്യാനും മനസ്സിന് വലിയൊരു ആശ്വാസം നൽകാനും സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിസ്കാരം എന്നത് വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല, അത് ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഹീലിംഗ് പ്രക്രിയ കൂടിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇതാരാ പറഞ്ഞേക്കണ അറിയോ? ഇതും സുഡാപ്പിയല്ല. അതായത് ഈ പേജിന്റെ പേര് ഡോക്ടർ സുഗുണൻ എന്നാണ്. അതായത് ശരീരത്തിന്റെ നമ്മള് എന്താ പറയുക ഹെൽത്ത് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പേജിൽ വരുന്നുണ്ട്. അപ്പോൾ സുഗുണൻ എന്തായാലും മുസ്ലിമോ സുഡാപ്പിയോ കോയേ അല്ല. അപ്പോൾ അതും ചീറ്റി. സ്വന്തം തള്ള മരിച്ചു കിടക്കുമ്പോൾ ഹൂറന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത മകനാണിത്. ആ ഓനാണ് ഇപ്പോൾ റമദാനിന് നോമ്പിനെ കണ്ടുപിടിച്ചാൻ വന്നിരിക്കുന്നതും നോമ്പിന്റെ കേടുകളെ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നതും. വലിയ ത്യാഗിയാ. സംഘികൾക്ക് വേണ്ടിയിട്ട് അത്രയും രാവെന്നോ പകലെന്നോ എന്നില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിക്കുന്നതാ. എന്നാലോ ഇവൻ നിലവിൽ 2 കാമുകി, 2 പെണ്ണുങ്ങള്, 3 മക്കള്, ഒരു തന്ത, ഒരു തള്ള, ഒരു പെങ്ങള്. ആരെങ്കിലും ഇതിൽ ഒരാള് ഇജ്ജി ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ പോന്നു. അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ എൻ്റെ പേജിലോ അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഇട്ടൊരു പോസ്റ്റിന് ലൈക്ക് തന്നോ? ഇല്ല. ആദ്യം ഇജ്ജ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ നോക്ക്. എന്നിട്ട് പോരെ ഇത്രയും വലിയ മൈക്കും വെച്ചിട്ട് ഇത്രയും വലിയ വർഗീയത പറഞ്ഞിട്ട് ഒരുത്തനെ പുറത്തുനിന്ന് ഉണ്ടാക്കല്. അന്നെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടൂല. ദജ്ജാലിനെ കാത്തിക്കുന്ന ആളുകളാ മുസ്ലിങ്ങള്. ആ സ്ഥാനത്ത് വെജ്ജ എന്താ ഞങ്ങക്ക്? ഇതൊക്കെ വിചാരിച്ച എന്താ നടക്കുക? ഒന്നും നടക്കൂല. ഇതനക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം. എന്നിട്ട് ഇത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ പണവും അതാണ് എനിക്ക് വലുത്. ഇജ് വാതോരാതെ പറയുന്നൊരു കാര്യമാണ് ഞാൻ നിരീശ്വരവാദിയാണെന്ന്. നിന്റെ നിരീശ്വരവാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് ഒരു വിഭാഗത്തോടുള്ള അടങ്ങാത്ത വെറുപ്പാണ്. അതിന്റെ കാരണവും അറിയാം. സ്വന്തം ഉമ്മയെ വരെ കയറിപ്പിടിക്കാൻ നോക്കിയ മുതലാണിജ്. അത് മരിച്ചുപോയി. എന്നിട്ടും എൻ്റെ കലിപ്പ് തീർന്നില്ല. പിന്നെ ജൈനോട് അങ്ങനെ കലിപ്പ് തീർത്ത്? ഇത്രയും കാലം നിസ്കരിച്ചതും നോമ്പ് പറ്റതൊക്കെ ഈ ഹൂറന് വേണ്ടിയിട്ടല്ലേ ഉമ്മ? നിങ്ങളെ കാത്ത് ഹൂറൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ചെല്ലേ, എന്നിട്ട് ബാക്കി പറയേ എന്നാ പറഞ്ഞത്. ഒരു ഉമ്മാന്റെ മയ്യത്തിനോട് പോലും ഒരു പരിഗണന കൊടുത്തിട്ടില്ല. ആ നിന്റെ അടുത്തുനിന്ന് യാതൊരു മനുഷ്യനും ഒരു തരത്തിലുള്ള പരിഗണനയും പ്രതീക്ഷിക്കുന്നുമില്ല. എടാ ഹാർപ്പിക്കേ, എന്നോട് എനിക്ക് ലളിതമായിട്ടൊരു കാര്യം പറയണ്ടേ? എന്താ അറിയോ? ഈ മറ്റുള്ളവരുടെ ആരോഗ്യ പ്രശ്നം വിട്, അതവിടെ നിൽക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ജന്മം നൽകിയത് 3 മക്കൾ എനക്കില്ലേ? ആ 3 മക്കൾക്ക് ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഇജ് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? പരനാറി ഇജ് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? ഇജ് അത് ചെയ്ത് സ്വന്തം കുടുംബം നോക്കിയിട്ടാണ് ഇജ് ഇരുന്ന് പറയണെച്ചെങ്കിലും അതിനൊരു അന്തസ്സുണ്ട്. 2 പെണ്ണുങ്ങളെ ഒഴിവാക്കി, 2 കാമുകിനെ ഒഴിവാക്കി, എന്നിട്ടിപ്പോ 3 മക്കളെയും ചെലവിന് കൊടുക്കാതെ ഉള്ള ഒരു മുതലായിട്ട് ഇരിക്കണ ഇജ്ജാ പറയണത്. നിങ്ങൾ ആരും നോമ്പ് പിടിച്ചരുതട്ടോ, അത് ഭയങ്കര പ്രശ്ന ശരീരത്തിന്. എന്നിട്ട് ഇത് കേട്ടിട്ട് ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര സത്യമാണെന്ന് പറഞ്ഞിക്കണോ? അതായത് ഇജ്ജ് കൂലിക്ക് കൊടുത്ത സംഖ്യ വരെ വിളിച്ചിട്ട് എന്നോട് എന്താണ് ചോദിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് പഠിച്ചിട്ട് പോലും അവർക്ക് പറയാൻ പറ്റിക്കണില്ല. ഓല് വിളിക്കുന്നതും ഓല സലാം പറച്ചിലും അറിയാം ഇത് നല്ല നാടനായി സംഖ്യയാണെന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അർപ്പിക്കേ? അന്നെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടൂലാന്ന്. ഈ കുരക്കും പട്ടി കടിക്കൂലെന്ന് പറയില്ലേ, അതാണ് ഇജിങ്ങനെ കുറച്ച് നോക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടലൊക്കെ തുടങ്ങുമ്പോൾ ആണ് നിൽക്കും. എത്ര വർഗീയത ഉണ്ടാക്കണോ അത്രത്തോളം മറ്റുള്ളവർ സത്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടോ? ഇജിങ്ങനെ പറയുന്ന കാര്യങ്ങളെ മറ്റുള്ള സംഘികളായിക്കോട്ടെ, സംഘികൾക്കും ഇപ്പൊ ഈ ജമനോടും മറ്റേ ChatGPT ഒക്കെ ചോദിക്കുക, അതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. ഓലിങ്ങനെ ഇന്നെ മാരിയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ജമനി ഇങ്ങനെ പറഞ്ഞു തരും. ഈ ജമനി പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവിനെ മറ്റേ ഈ ജെന്യൂനായിട്ടുള്ള അറിവുകളെ കുറിച്ചിട്ടാണ് ഈ ആപ്പുകളൊക്കെ സംസാരിക്കുന്നത്. ആ ആപ്പുകൾ എന്താ പറയുന്നത്? ഈ നോമ്പ് പിടിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമില്ല എന്ന് മാത്രമല്ല അത്രയും ഗുണങ്ങളുണ്ട് എന്നുള്ളത്. അതന്നെയല്ലേ ഡോക്ടേഴ്സും പറയുന്നത് അല്ലേ? പിന്നെ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ഞാനും പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. എന്താ അറിയോ? ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയ പടച്ചോന് നമ്മൾ എന്തിനാ ഇങ്ങനെ മറ്റേ നിസ്കരിക്കണു ഇതാക്കണു, എന്തിനാണ് നമ്മൾ മറ്റേ അങ്ങനെയൊക്കെ ചെയ്യണു എന്നുള്ളത് ഇജ് പറയുന്നത് പോലെ ഞാനും ചിന്തിച്ചതാ. പക്ഷെ ഞാനത് എൻ്റെ മാതിരി നാട്ടുകാരോട് നിരന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് അറിവില്ലല്ലോ ചോദിച്ചോ പറഞ്ഞു. പടച്ചോനിക്ക് ഈ നിസ്കാരോ അല്ലെങ്കിൽ ഇജ് ചെയ്യുന്ന കാര്യങ്ങളോ ആവശ്യം ഉണ്ടായിട്ടല്ല പടച്ചോ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ ആരോഗ്യം ഇജ് നോക്കണേക്കാൾ കൂടുതൽ പടച്ചവനിൽ അന്നിലൊരു കടമ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിസ്കാരത്തിന്റെ ഓരോ റക്കായത്തിലും, അതായത് നമ്മൾ മറ്റേ എന്താ പറയാ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോഴും
അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുമ്പിട്ട് റുക്കൂവിൽ നിൽക്കുന്ന സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് സുജൂദിലിരിക്കുന്ന സമയത്തോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ പ്രൊസീജിയറില്ലേ, ആ പ്രോസസ്സിങ്, അതിൻ്റെ ഒരു വലിപ്പം ഈ ഇടയായിട്ടാണ് പലരും അറിഞ്ഞു തുടങ്ങി. പക്ഷെ എന്നോ ഈ നിസ്കാരം വേണമെന്നുള്ളതും നിസ്കരിക്കണം എന്നുള്ളതും പടച്ചോൻ പറഞ്ഞതിൽ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മുടെ ഹെൽത്ത് ഏറ്റവും നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്, അറിയോ? അതിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കാൻ പറയുന്നത്. അല്ലാതെ എന്തിനാ പടച്ചോനിക്ക് നമ്മളെ നിസ്കാരം? ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടാവിന് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് കാട്ടിയോണ്ട് പുള്ളിക്കാരനൊന്നും നേടാനല്ല. പുള്ളിക്കാരൻ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നീ തന്നെ നിന്റെ ശരീരം നോക്കണം എന്നുള്ളതിലെ ഏറ്റവും നല്ലൊരു മെസ്സേജാ. പിന്നെ പടച്ചോനെ ഓർക്കണം, പടച്ചവനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്തിനാ അറിയോ? ഇതിപ്പോൾ ഞാൻ ഈ പടച്ചോനെ എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. മറ്റുള്ള മതസ്ഥരും അവരുടെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നതും അവർ ആ സൃഷ്ടാവിനെ പേടിച്ചിട്ട് ഒരു നന്മ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഒന്നാണ്. എന്താ അറിയോ? ഇതിനുള്ള പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും വഴിക്ക് ഈ സൃഷ്ടാവിനെ നമുക്ക് തരുമെന്ന് വിചാരിച്ചിട്ട് അല്ലേ? അപ്പം അങ്ങനെ കൂട്ടുമ്പോൾ നമ്മളെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുകയാണ് നമ്മളുടെ സൃഷ്ടാവ് അല്ലേ? ഇതൊന്നും സൃഷ്ടാവിന് വേണ്ടിയില്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. മറ്റുള്ളവരോട് കാരുണ്യമായി പെരുമാറുക, മറ്റുള്ളവരോട് പരിഗണന കൊടുക്കുക, മറ്റുള്ളവരുടെ കണ്ണീരിനെ സ്വന്തം കണ്ണീരും സ്വന്തം വിഷമമായിട്ട് നമ്മളിൽ നിന്ന് ഇല്ലത് കൊടുത്ത് അവരെ സഹായിക്കുക. ഈ നോമ്പൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഒരു വർഷം നമ്മൾ ഈ തിന്ന് കൂട്ടിയതൊക്കെ ഒന്നൊരു കെട്ടടങ്ങാനും, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിങ്ങളെപ്പോലെ ജീവിക്കുന്ന നിരവധി പാവങ്ങളായ മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലേക്കൊന്ന് എത്തി നോക്കണം. കാരണം എന്താ അറിയോ? നമ്മൾ ഈ 11 മാസം തിന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? അവരൊന്നും ചിലപ്പോൾ അതുപോലെ കഴിക്കണം എന്നില്ല. അപ്പോൾ അവരന്ന് അനുഭവിച്ച ആ വിശപ്പില്ലേ, ആ വിശപ്പ് ഇന്ന് നമ്മളൊന്ന് അനുഭവിക്കുമ്പോഴേ നമുക്ക് വിശപ്പിന്റെ വേദന എന്താ, വിശപ്പിന്റെ വില എന്താ അറിയൂ. ആ വില അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് നോമ്പ്. അങ്ങനെ ആ വില തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് അവർക്കുള്ള സദക്ക, അതായത് അവർക്കുള്ള സഹായങ്ങൾ എത്തിക്കുക. അവർക്ക് എന്തൊക്കെ വേണ്ടേ, എങ്ങനെയൊക്കെയാണ് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുക, അത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഈ നോമ്പ് നിസ്കാരം കൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. അല്ല അന്നെ പോലെ 4 എണ്ണം കെട്ടി 5 എണ്ണം പെറ്റു ഇങ്ങനത്തെ കണക്ക് കൊണ്ടല്ല ഇസ്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഹാർപ്പിക്ക് എന്നോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം, ദജ്ജാലിനെ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഈ ഹാർപ്പിക് ഹുസൈനൊന്നും ഒന്നുമല്ല. അപ്പൊ ലളിതമായി പറഞ്ഞാൽ ഇത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. കാരണം എന്താ അറിയോ? സ്വന്തം ഉമ്മയോട് കാമഭ്രാന്തം കൊണ്ട് ചെന്ന മോനാജ്, സ്വന്തം ഉമ്മ മരിച്ചു കടന്ന ആ മൃതദേഹത്തിനോട് പോലും കരുണ കാണിക്കാത്ത മോനാണിജ്. ആ എന്നോട് ഇനിയിപ്പോൾ എന്ത് ഞാൻ പറഞ്ഞിട്ടും ഒരു കാര്യമല്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് ബായ്.